ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ബ്രെഡ് കൊണ്ടുള്ളൊരു അടിപൊളി ഹിറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. കാരമൽ ബ്രെഡ് പോപ്കോൺ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രെഡ് എടുക്കുക. അപ്പോൾ നമുക്ക് എത്ര വേണമെച്ചാൽ അത്ര എടുക്കാം. എന്നിട്ട് ആ ബ്രെഡിൻ്റെ സൈഡ് കളയണമെന്നൊന്നുമില്ല. ഞാനിത് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്ത ബ്രെഡ് ബാക്കി വന്നപ്പോൾ അത് വെച്ചിട്ട് ഉണ്ടാക്കൊണ്ടാണ് ഇതിൻ്റെ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ബ്രെഡിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്യേണ്ട. എന്നിട്ട് ഇതുപോലെ ചതുരത്തിലായി കട്ട് ചെയ്തെടുക്കുക, ചെറിയ ചെറിയ പീസാക്കിയാണ്ട്. അപ്പോൾ നമ്മൾ ബ്രെഡ് സോഫ്റ്റ് ആയിട്ടാണല്ലോ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിനൊന്നിങ്ങനെ ഒരു ക്രിസ്പി ആക്കാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ മുരിച്ചെടുക്കുക. എണ്ണയൊന്നും ഒഴിക്കണ്ട, വെറുതെ ചട്ടിക്ക് ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ മുരിഞ്ഞ് വരും. നമ്മൾ ബ്രെഡൊക്കെ മുരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കാരമൽ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ 1 സ്പൂണ് നമ്മൾ ബട്ടറോ നെയ്യോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് ചെറിയ തീയിലിട്ടുങ്ങാണ്ട് ഇങ്ങനെ വറ്റിച്ചെടുക്കണം. എന്നിട്ട് കാരമലിൻ്റെ നല്ല ബ്രൗൺ കളറാവാൻ നിൽക്കണ്ട, കുറച്ചൊക്കെ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ ബ്രെഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കാരമൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ബ്രെഡ് ഇട്ട് കൊടുക്കാം. നമ്മൾ ബ്രെഡ് ഇട്ട് കൊടുക്കുമ്പോൾ തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇല്ലെങ്കിൽ അതിൽ പുക കയറിയങ്ങാണ്ട് ആയാൽ പിന്നെ ഒരു കയ്പ്പ് രസമായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് തീയാണ് ഓഫാക്കിയാൽ മതി. ഇപ്പോൾ ചൂട് കൊടുക്കാനാകുമ്പോൾ ഒരു ഒട്ടി പിടിച്ചിട്ടേക്കാരം. പിന്നെ നമുക്ക് തണുത്താൽ ഇങ്ങനെ ഓരോന്നായിട്ട് വേറെടുത്താൽ മതി. അപ്പോൾ നമ്മൾ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ റെഡിയാക്കുക. ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് 2 മിനിറ്റ് 3 മിനിറ്റ് മതി, സംഭവം റെഡിയാകും. നമുക്ക് ആ കാരമൽ റെഡി ആവേണ്ട അത്രേ ഉള്ളൂ ആവശ്യം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്ക് മൊബൈലിൽ കളിക്കുമ്പോഴും ടി വി കാണുമ്പോഴൊക്കെ കുറച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.